Dear students, all of you know there are two methods for computing optimal solution to an LPP. They are graphic method and simplex method. We learned the graphic method in the last class, and today we are going to learn simplex method. Dear students, all of you know that the graphic method cannot be applied when there are more than two decision variables. In such a situation, simplex method is the only way to find the optimal solution to the given linear programming problem. The simplex method was originally developed by George B. Danzig. He was an American mathematician and it was in the year 1947. In simplex method, we start with a certain feasible solution and we improve this solution in a number of consecutive stages until we arrive at an optimal solution. അപ്പോൾ സിംപ്ലക്സ് മെത്തേഡിൽ നമ്മൾ ഒരു ഫീസിബിൾ സൊല്യൂഷൻ വെച്ചാണ് ഈ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താ ഫീസിബിൾ സൊല്യൂഷൻ എന്നറിയാം. എല്ലാ കൺസ്ട്രെയിൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന സൊല്യൂഷനെയാണ് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഒരു ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ നിരവധി തവണ മോഡിഫിക്കേഷൻസ് വരുത്തി ഇംപ്രൂവ്മെൻറ്റ് വരുത്തി അവസാനം നമ്മൾ ഒരു ഓപ്റ്റിമൽ സൊല്യൂഷനിൽ എത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിരവധി കോൺസിക്യൂട്ടീവ് സ്റ്റേജസിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ ഈ മെത്തേഡിനെ സിംപ്ലക്സ് മെത്തേഡിനെ നമ്മൾ ഇറ്ററേറ്റീവ് മെത്തേഡ് എന്ന് പറയും. ഇറ്ററേറ്റീവ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യും. ഒരേ പ്രോസസ്സ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആ നിലവിലുള്ള ഓരോ ഘട്ടത്തിലും നമുക്ക് കിട്ടുന്ന സൊല്യൂഷനിൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നു, ഇംപ്രൂവ്മെൻറ്റ് വരുത്തുന്നു, അവസാനം ഒരു ഓപ്റ്റിമൽ സൊല്യൂഷനിൽ നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ സിംപ്ലക്സ് മെത്തേഡ് ഇറ്ററേറ്റീവ് മെത്തേഡാണ് എന്ന് പറയും. Here the objective function and constraints are arranged in a particular order in a particular table called simplex table. അപ്പോൾ സിംപ്ലക്സ് മെത്തേഡിൽ ഒബ്ജക്റ്റീവ് ഫങ്ഷൻസും അതേപോലെ കൺസ്ട്രെയിൻസും സിംപ്ലക്സ് ടേബിൾ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക ടേബിളിനകത്ത് ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. The step-by-step procedure followed to find optimal solution to an LPP under simplex method is called simplex algorithm. അപ്പോൾ ആ പ്രൊസീജിയർ ഉണ്ടല്ലോ, സിംപ്ലക്സ് മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ പ്രൊസീജിയറിനെ സിംപ്ലക്സ് algorithm എന്നാണ് വിളിക്കുന്നത്. Now let us see the main steps in simplex algorithm. There are 5 main steps in simplex algorithm. First, formulate the problem as an LPP. LPP ആയിട്ട് തന്നെയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എങ്കിൽ ആ ഒരു സ്റ്റെപ്പ് വരുന്നില്ല. ഇനി അതല്ല എങ്കിൽ LPP ആയിട്ട് ഫോർമുലേറ്റ് ചെയ്യണം. How to formulate an LPP, how to formulate a problem as a linear programming problem, അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. Second step, construct the starting simplex table and identify the trial feasible solution. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുകയും അതിലൂടെ ഫീസിബിൾ സൊല്യൂഷൻ, ട്രയൽ ഫീസിബിൾ സൊല്യൂഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഞാൻ പറഞ്ഞു സിംപ്ലക്സ് മെത്തേഡിൽ നമ്മൾ ഒരു ഫീസിബിൾ സൊല്യൂഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഫീസിബിൾ സൊല്യൂഷൻ എന്താണ് എന്ന് അറിയണം. അതറിയുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് സിംപ്ലക്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് മെയിൻ സ്റ്റെപ്പ്. ദെൻ തേർഡ് മെയിൻ സ്റ്റെപ്പ് ഈസ് ടെസ്റ്റ് ദി ഓപ്റ്റിമാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ. നമ്മൾ ആ സെക്കൻഡ് സ്റ്റേജിൽ സിംപ്ലക്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്തു, ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ നമുക്ക് കിട്ടുകയുണ്ടായി. ആ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ്റെ ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുകയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. അത് ഓപ്റ്റിമൽ ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന പ്രൊസീജിയർ, അതിനെയാണ് ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ടെസ്റ്റ് ദി ഓപ്റ്റിമാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ. ഇപ്പോൾ ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്തു, അപ്പോഴാണ് അറിയുന്നത് ഫോർത്ത് സ്റ്റെപ്പ് എന്താ, ഇഫ് ദി സൊല്യൂഷൻ ഈസ് നോട്ട് ഓപ്റ്റിമൽ ഇംപ്രൂവ് ദി ഫസ്റ്റ് ട്രയൽ ഫീസിബിൾ സൊല്യൂഷൻ. ഇപ്പോൾ ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ദി സൊല്യൂഷൻ ഈസ് നോട്ട് ഓപ്റ്റിമൽ. അങ്ങനെ ഓപ്റ്റിമൽ അല്ല എങ്കിൽ എന്ത് ചെയ്യണം,
ആ ഫീസിബിൾ സൊല്യൂഷനിൽ മോഡിഫിക്കേഷൻസ് വരുത്തുക, ഇംപ്രൂവ്മെൻറ്റ് വരുത്തുകയാണ് ഫോർത്ത് സ്റ്റെപ്പ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്താ കൊടുത്തിരിക്കുന്നത് നോക്കൂ. റിപ്പീറ്റ് സ്റ്റെപ്സ് 3 and 4 ടിൽ ആൻ ഓപ്റ്റിമൽ സൊല്യൂഷൻ ഈസ് ഒബ്റ്റെയിൻഡ്. അതായത് ഫോർത്ത് സ്റ്റെപ്പിൽ നമ്മൾ ഓപ്റ്റിമൽ അല്ല എന്ന് കണ്ടപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് വരുത്തുകയുണ്ടായി, ആ ഫീസിബിൾ സൊല്യൂഷനിൽ മോഡിഫിക്കേഷൻസ് വരുത്തുകയുണ്ടായി, പുതിയൊരു സൊല്യൂഷൻ കിട്ടി. വീണ്ടും ആ കിട്ടിയ സൊല്യൂഷൻ്റെ ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുക. ആ ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ഓപ്റ്റിമൽ അല്ല എങ്കിൽ വീണ്ടും ഇംപ്രൂവ്മെൻറ്റ് വരുത്തുക, പുതിയൊരു സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ വീണ്ടും ഓപ്റ്റിമൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുക. ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. തേർഡും ഫോർത്തും സ്റ്റെപ്പ് തുടർന്നു കൊണ്ടേയിരിക്കും അൺടിൽ വി അറൈവ് അറ്റ് ആൻ ഓപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് മെയിൻ സ്റ്റെപ്പ്. ഈ ഓരോ മെയിൻ സ്റ്റെപ്പിലും ഓരോ സ്റ്റെപ്പിലും ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ സിംപ്ലക്സ് ആൽഗോരിതം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ 5 സ്റ്റെപ്പിനകത്തും വരുന്ന ഓരോ സ്റ്റെപ്പും സത്യത്തിൽ ഓരോ പ്രോസസ്സ് തന്നെയാണ്. ആ പ്രോസസ്സിലുള്ള ഓരോ സ്റ്റെപ്പും എന്താണെന്ന് നമുക്ക് നോക്കാം. ഡീറ്റെയിൽഡ് സിംപ്ലക്സ് ആൽഗോരിതം ഇത് ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തിരിക്കുകയാണ്. മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ്. മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു 11x + 4y സബ്ജക്റ്റ് ടു 7x + 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 84, 4x + 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 32, x ആൻഡ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ ഇതാണ് LPP. ഇവിടെ LPP ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രോബ്ലം ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമായി ഫോർമുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിവിടെ ആവശ്യമില്ല എന്നർത്ഥം. ഇവിടെ തന്നിട്ടുള്ളത് LPP തന്നെയാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മളൊരു സ്റ്റാർട്ടിങ് സിംപ്ലക്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യണം. ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ എന്താണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Second step, construct the starting simplex table and identify the trial feasible solution. ഞാനിവിടെ ആ LPPയുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസും മാത്രം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ z ഈക്വൽ ടു 11x + 4y കൺസ്ട്രെയിൻസ് ആണ്. സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് മാത്രം കൊടുത്തിരിക്കുന്നു. നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് ഒഴിവാക്കിയിരിക്കുക. നമുക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സ്റ്റെപ്പിൽ സ്റ്റാർട്ടിങ് സിംപ്ലക്സ് ടേബിൾ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ആ സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് നോക്കൂ. ഫസ്റ്റ്, കൺവേർട്ട് ഓൾ ദി സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ഇൻറ്റു ഇക്വേഷൻസ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് സ്ലാക്ക് ഓർ സർപ്ലസ് വേരിയബിൾസ് എന്നാണ്. എല്ലാ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിനെയും ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് മാത്രം, അതായത് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻസ് വേണ്ടതില്ല. അപ്പോൾ ഇവിടെ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ഇതാ 7x + 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 87, 4x + 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 32 എന്നിങ്ങനെ 2 സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ആണ് ഉള്ളത്. ഈ 2 സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിനെയും ഇക്വേഷനായിട്ട് മാറ്റണം. ഇക്വേഷനാക്കി മാറ്റുമ്പോൾ വെറുതെ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അതേപോലെ ഇവിടെയുള്ള ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാക്കിയാൽ പോരാ. പിന്നെ എന്ത് ചെയ്യണം? Convert all the structural constraints in the equations by incorporating slack or surplus variables എന്നാണ്. എന്താ സ്ലാക്ക് ഓർ സർപ്ലസ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ? ഇവിടെ നോക്കൂ, ഈ ഒരു സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് 7x + 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 84 ആണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ലെസ് ദാൻ എന്ന് വരുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ കുറവാണ്. ഈക്വൽ ടു എന്ന സൈനോടുകൂടി അല്ലെങ്കിൽ ഇക്വേഷനാക്കി മാറ്റണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒരു വേരിയബിൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. എന്നാലേ ഇത് ഈക്വൽ ആവും. കാരണം ലെഫ്റ്റ് സൈഡിൽ കുറവും റൈറ്റ് സൈഡിൽ കൂടുതലുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചേർക്കുന്ന ഒരു വേരിയബിൾ ആഡ് ചെയ്യുന്നു. ആ ആഡ് ചെയ്യുന്ന വേരിയബിളിന് പറയുന്ന പേരാണ് സ്ലാക്ക് വേരിയബിൾസ്. ഓക്കെ, if the constraints are with less than or equal to sign, add some variables on the LHS to make them equations. അപ്പോൾ LHS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു വേരിയബിൾ ആഡ് ചെയ്യണം, ഇക്വേഷനാക്കി മാറ്റണം. ദി വേരിയബിൾ സോ ആഡഡ് ഓൺ LHS ഈസ് കോൾഡ് സ്ലാക്ക് വേരിയബിൾസ്. അതിനെയാണ് സ്ലാക്ക് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ഇവിടെ സൈന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെന്ന് വിചാരിക്കുക. ലെഫ്റ്റ് സൈഡാണ് കൂടുതലുള്ളത്, റൈറ്റ് സൈഡ് കുറവാണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ നിന്ന്
ചില വേരിയബിൾസ് സബ്ട്രാക്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്യുന്ന വേരിയബിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് സർപ്ലസ് വേരിയബിൾസ് എന്ന് പറയും. ഓക്കെ, നോക്കൂ, ഇഫ് ദി കൺസ്ട്രെയിൻസ് ആർ വിത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ, സബ്ട്രാക്ട് സം വേരിയബിൾസ് ഓൺ ദി LHS ടു മേക്ക് ദം ഇക്വേഷൻസ്. ദി വേരിയബിൾ സോ സബ്ട്രാക്റ്റഡ് ഈസ് കോൾഡ് സർപ്ലസ് വേരിയബിൾ. ഇപ്പോൾ സ്ലാക്ക് സർപ്ലസ് വേരിയബിൾ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആവുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്യുന്ന വേരിയബിളിനെ സ്ലാക്ക് വേരിയബിൾ എന്ന് പറയും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സൈൻ ആവുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുന്ന വേരിയബിളിനെ സർപ്ലസ് വേരിയബിൾ എന്ന് പറയും. ഓക്കെ, ഈ കാര്യം മാത്രമാണ് ഓർത്ത് വയ്ക്കേണ്ടത് അവിടെ അതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിനെ ഇക്വേഷനാക്കി മാറ്റുമ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സൈന് രണ്ടും, അതുകൊണ്ട് ലെഫ്റ്റ് സൈഡിൽ സ്ലാക്ക് വേരിയബിൾസ് നാം ആഡ് ചെയ്യണം. ശരിയല്ലേ? ഇപ്പോൾ നോക്കൂ, 7x പ്ലസ് 3y പ്ലസ് 7x പ്ലസ് 3y പ്ലസ് S1. S1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യുന്നു. S1 എന്ന് പറഞ്ഞാൽ സ്ലാക്ക് വേരിയബിൾ ഒന്നാമത്തത് ഈക്വൽ ടു 84. അപ്പോൾ ലെസ് ദാൻ എന്നുള്ള സൈൻ പോയി ഈക്വൽ ടു 84 എന്നായി മാറി. ഇവിടെ നോക്കൂ, 4x പ്ലസ് 2y പ്ലസ് ഒരു സ്ലാക്ക് വേരിയബിൾ ആഡ് ചെയ്യണം. അതിന് S2 എന്ന് കൊടുക്കുക. അപ്പോൾ S1 രണ്ടിലും കൊടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് ഇത് S1 എന്നും ഇവിടെ S2 എന്നും കൊടുത്തു. അപ്പോൾ സൈന് ഈക്വൽ ടു എന്നായി മാറി. 4x പ്ലസ് 2y പ്ലസ് S2 ഈക്വൽ ടു 32. അപ്പോൾ രണ്ട് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിനെ നമ്മൾ ഇക്വേഷനാക്കി മാറ്റി എങ്ങനെ ഈ സ്ലാക്ക് വേരിയബിൾസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആഡ് ചെയ്തുകൊണ്ട്. ക്ലിയർ? ഇനി നോക്കൂ, ആ സെക്കൻഡ് സ്റ്റെപ്പിലാണ് നാം ഉള്ളത്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു, ഇക്വേഷനാക്കി മാറ്റി സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിന്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കൂ. റീറൈറ്റ് ദി ഇക്വേഷൻസ് ഇൻ എൻ ഓർഡർലി മാനർ. ഇക്വേഷൻസ് എന്തൊക്കെയായിരുന്നു? 7x പ്ലസ് 3y പ്ലസ് S1 ഈക്വൽ ടു 84, 4x പ്ലസ് 2y പ്ലസ് S2 ഈക്വൽ ടു 32 എന്നിങ്ങനെയായിരുന്നു രണ്ട് ഇക്വേഷൻസ്. അത് ഒരു ഓർഡർലി മാനറിലാക്കുക എന്ന് പറഞ്ഞാൽ നോക്കൂ, 7x പ്ലസ് 3y പ്ലസ് S1 ഈക്വൽ ടു 84 എന്നായിരുന്നു ഒന്നാമത്തെ. അതുപോലെ 4x പ്ലസ് 2y പ്ലസ് S2 ഈക്വൽ ടു 34 എന്നുള്ള രണ്ടാമത്തെ. അപ്പോൾ ഓരോന്നിൻ്റെ ഓർഡറിൽ എക്സിൻ്റെ പൊസിഷനിൽ എക്സ്, വൈയുടെ പൊസിഷനിൽ വൈ, S1ൻ്റെ സ്ഥാനത്ത് S1, ആ രീതിയിൽ അറേഞ്ച് ചെയ്യുക. അതാണ് ഓർഡർലി മാനർ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷനിൽ S2 ഇല്ലല്ലോ, രണ്ടാമത്തെ ഇക്വേഷനിൽ S1 ഇല്ല. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എഴുതുമ്പോൾ 7x പ്ലസ് 3y പ്ലസ് S1 പ്ലസ് S2 ഇല്ലാത്തതുകൊണ്ട് 0S2 ഈക്വൽ ടു 84. ക്ലിയർ? സെക്കൻഡ് ഇക്വേഷനോ 4x പ്ലസ് 2y പ്ലസ് S2 എന്നാണ്. അപ്പോൾ S1ൻ്റെ സ്ഥാനത്ത് 0S1 പ്ലസ് S2. S2 എന്ന് പറഞ്ഞാൽ 1S2 ആണ്. അതുപോലെ ഇവിടെ S1 എന്ന് പറഞ്ഞാൽ 1S1 ആണ്. അപ്പോൾ ഇവിടെ 0S1 എന്ന് കൊടുക്കുക, അതുപോലെ ഇവിടെ 0S2 എന്ന് കൊടുക്കുക, ഈക്വൽ ടു 32. അപ്പോൾ ഇക്വേഷനെ രണ്ട് ഇക്വേഷനെയും ആ രണ്ട് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള രണ്ട് ഇക്വേഷനെ ഒരു ഓർഡർലി ഫോമിൽ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ക്ലിയർ? ഇനി എന്താ ചെയ്യേണ്ടത്? എക്സ്പ്രസ് ദീസ് ഇക്വേഷൻസ് ഇൻ ടു മെട്രിക്സ് ഫോം. മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുക. ഒന്നുമില്ല, ആ ഇക്വേഷനിൽ ഉണ്ടാകുന്ന കോഎഫിഷ്യൻസ് പ്രത്യേകമായിട്ട് എടുത്ത് എഴുതുക എന്നർത്ഥം. എക്സ്, വൈ, S1, S2 എന്ന വേരിയബിൾസ് ആണല്ലോ ഉള്ളത്. 4 വേരിയബിൾസ് എക്സ്, വൈ, S1, S2. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് 7 3 1 0 7 3 1 0. ഓക്കെ, അതിൻ്റെ കോഎഫിഷ്യൻസ് ഇവിടെ 4 2 0 1. ഓക്കെ, 4 2 0 1 ഈക്വൽ ടു, അതൊരു മെട്രിക്സ് ഫോമിൽ എഴുതി, ഈക്വൽ ടു 84 32. 84 32 എന്ന മറ്റൊരു മെട്രിക്സ്. അപ്പോൾ ഇവിടെ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസുമായി ബന്ധപ്പെട്ട് ഇക്വേഷൻസ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. അത് മെട്രിക്സ് ഫോമിൽ എഴുതിയല്ലോ. ഇത് ലെഫ്റ്റ് സൈഡ് ഭാഗം, ഇത് റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിലുള്ള ഇതിനെ കോൾഡ് കോഎഫിഷ്യൻ്റ് പാർട്ട് ഓഫ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ. അപ്പോൾ സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ട്രക്ചറൽ കൺസ്ട്രെയിൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ് ഇത്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ ഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കാം?
കോഎഫിഷ്യൻ്റ് പാർട്ട് ഓഫ് ദി കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ. ഇപ്പോൾ കൺസ്ട്രെയിൻസുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ്റെ കോഎഫിഷ്യൻ്റ് പാർട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, അതുപോലെ ഈ റൈറ്റ് സൈഡ് 8432, ദിസ് ഈസ് കോൾഡ് സൊല്യൂഷൻ പാർട്ട് ഓഫ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ. ഈക്വൽ ടു എന്ന് പറഞ്ഞു വരുന്നത് കൊണ്ട് ഇതിനെ സൊല്യൂഷൻ പാർട്ട്, ഇത് കോഎഫിഷ്യൻ്റ് പാർട്ട്. കാരണം ഇത് ഓരോ വേരിയബിളുമായി ബന്ധപ്പെട്ട കോഎഫിഷ്യൻസിന്, എക്സ് എന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ് 7, വൈ എന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ് 3, S1 എന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ് 1, S2 എന്ന വേരിയബിളിൻ്റെ കോഎഫിഷ്യൻറ്റ് 0. അങ്ങനെ കോഎഫിഷ്യൻറ്റ് മാത്രം കാണിക്കുന്നു. അതുകൊണ്ട് ഇതിനെ കോഎഫിഷ്യൻറ്റ് പാർട്ട് ഓഫ് കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ എന്ന് വിളിക്കാം. ഇത് സൊല്യൂഷൻ പാർട്ട്. ക്ലിയർ? ഇനി എന്താ ചെയ്യേണ്ടത്? നാലാമതായിട്ട് സെക്കൻഡ് മേജർ മെയിൻ സ്റ്റെപ്പിൽ നാലാമത്തെ സ്റ്റെപ്പ് എന്താ? ഐഡൻറ്റിഫൈ ദി ബേസിക് വേരിയബിൾ. ബേസിക് വേരിയബിൾസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ്. എന്താ ബേസിക് വേരിയബിൾ? Basic variables are the variables with the unit vectors in the constrained equation matrix. Constrained equation matrix യൂണിറ്റ് വെക്റ്റേഴ്സ് വരുന്ന വേരിയബിൾസ്, അതിനെയാണ് ബേസിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് വെക്റ്റേഴ്സ് അല്ലാത്ത വേരിയബിൾസിനെ നമ്മൾ നോൺ ബേസിക് വേരിയബിൾസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ബേസിക് വേരിയബിൾസ്, നോൺ ബേസിക് വേരിയബിൾസ് എന്നീ രണ്ട് ടേംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അപ്പോൾ നമ്മളിവിടെ നാലാമത്തെ സ്റ്റെപ്പായിട്ട് ഐഡൻറ്റിഫൈ ദി ബേസിക് വേരിയബിൾസ് എന്ന്. അപ്പോൾ എന്താണ് ബേസിക് വേരിയബിൾസ്? എന്താ ബേസിക് വേരിയബിൾസ്? ബേസിക് വേരിയബിൾസ് ആർ ദി വേരിയബിൾസ് വിത്ത് യൂണിറ്റ് വെക്റ്റേഴ്സ് ഇൻ ദി കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ മെട്രിക്സ്. കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ മെട്രിക്സ് ഉണ്ടല്ലോ, കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ, അതിൽ യൂണിറ്റ് വെക്റ്റേഴ്സ് വരുന്ന വേരിയബിൾസിനെയാണ് ബേസിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. അല്ലാത്തതിന് നോൺ ബേസിക് വേരിയബിൾസ് എന്ന്. അപ്പോൾ എന്താണ് പുതിയൊരു ടേം നമ്മൾ പഠിച്ചു? യൂണിറ്റ് വെക്റ്റേഴ്സ്. എന്താ വെക്റ്റർ എന്ന് പറഞ്ഞാൽ? എ വെക്റ്റർ ഈസ് എ റോ ഓർ കോളം ഇൻ എ മെട്രിക്സ്. ഒരു മെട്രിക്സിലെ ഒരു റോ അല്ലെങ്കിൽ ഒരു കോളം, അതിനെയാണ് നമ്മൾ വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ യൂണിറ്റ് വെക്റ്റർ ഈസ് എ വെക്റ്റർ ഓഫ് എ യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ്. നമ്മൾ യൂണിറ്റ് മെട്രിക്സ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ വളരെ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഡിഗ്രിക്ക് ബേസിക് ന്യൂമറിക്കൽ സ്കിൽസിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഓർക്കുന്നുണ്ടോ? യൂണിറ്റ് മെട്രിക്സ്, എ യൂണിറ്റ് മെട്രിക്സ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് with all diagonal elements are 1 and others are 0. അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ഡയഗണൽ എലിമെൻറ്റ്സ്, സ്ക്വയർ മെട്രിക്സിൻ്റെ ഡയഗണൽ എലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ടോപ്പ് മുതൽ റൈറ്റ് സൈഡ് ബോട്ടം വരെ ഈ രീതിയിൽ. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ വരുന്ന ആ ഡയഗണലിനകത്ത് വരുന്ന എല്ലാ എലിമെൻസും 1 ആയിരിക്കുക, ബാക്കി എല്ലാ എലിമെൻസും 0 ആയിരിക്കുന്ന ഒരു സ്ക്വയർ മെട്രിക്സിനെയാണ് യൂണിറ്റ് മെട്രിക്സ് എന്ന് വിളിക്കുക. ഇൻ അതർ വേർഡ്സ്, എ യൂണിറ്റ് വെക്റ്റർ ഈസ് എ വെക്റ്റർ വിത്ത് 1 എലിമെൻറ്റ് ഈസ് ഹാവിങ് വാല്യൂ 1 ആൻഡ് ഓൾ അതർ എലിമെൻറ്റ്സ് ഹാവ് ദി വാല്യൂ 0. അപ്പോൾ ഒരു യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളത്തിലുള്ള എല്ലാ എലിമെൻസും ഏതെങ്കിലും ഒന്ന് മാത്രം 1 ആകുക, ബാക്കിയെല്ലാം 0 ആയിരിക്കുക. അങ്ങനെയുള്ള വെക്റ്ററിനെയാണ് യൂണിറ്റ് വെക്റ്റർ എന്ന് പറയുക. ഓക്കെ, ഇൻ ദി എക്സാമ്പിൾ, ഔട്ട് ഓഫ് 4 വേരിയബിൾസ് എക്സ്, വൈ, S1, S1 ആൻഡ് S2 ആർ യൂണിറ്റ് വെക്റ്റേഴ്സ്. ഇവിടെ 4 വേരിയബിൾസ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ടു, നോക്കൂ, 4 വേരിയബിൾസ് ആണ് ഉള്ളത്. എക്സ്, വൈ, S1, S2, ശരിയല്ലേ? ഈ വേരിയബിൾസിൻ്റെ ഈ കോളം, ഇതെല്ലാം ഓരോ വെക്റ്ററാണ്. ഓക്കെ, ഈ ഒരു വെക്റ്ററിൽ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഒരു 1ഉം ബാക്കിയുള്ള 0. അതുപോലെ ഇവിടെയും ഒരു 1ഉം ബാക്കിയുള്ള 0. അപ്പോൾ ഈ 2 വേരിയബിൾ S1ഉം S2ഉം നമുക്ക് പറയും യൂണിറ്റ് വെക്റ്റേഴ്സാണ്. അല്ലെങ്കിൽ ഇത് യൂണിറ്റ് വെക്റ്ററായിട്ടുള്ള വേരിയബിളായ S1ഉം S2നെയും നമുക്ക് ബേസിക് വേരിയബിൾസ് എന്ന് പറയും.
അപ്പോൾ ഇവിടെ S1ഉം S2 എന്താണ്? ബേസിക് വേരിയബിൾസ് ആണ്. ബിക്കോസ് അതെന്താണ്? ആ വേരിയബിളുമായി ബന്ധപ്പെട്ട വെക്റ്റർ ഉണ്ടല്ലോ, ഒരു യൂണിറ്റ് വെക്റ്ററാണ്. യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു 1 വരിക, ബാക്കിയെല്ലാം 0 വരിക. ഇവിടെയും 1ഉം 0 ആണ് വരുന്നത്. ഇവിടെ ഒരു 1 വന്നിട്ടുണ്ട്, ബാക്കിയുള്ള ഒറ്റൊന്നേ ഉള്ളൂ, അത് 0 തന്നെയാണ്. അപ്പോൾ S1ഉം S2ഉം ആണ് ഈ എക്സാമ്പിളിൽ ബേസിക് വേരിയബിൾ എന്ന് പറയുന്നത്. യൂണിറ്റ് വെക്റ്റേഴ്സ് വരുന്ന വേരിയബിൾസ് ആയിട്ടുള്ള S1ഉം S2ഉം എന്താണ്? ബേസിക് വേരിയബിൾസ് ആണ്. The basic variables must be arranged in the first column of the simplex table. ഇനി നമ്മൾ ഈ ബേസിക് വേരിയബിൾസ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ബേസിക് വേരിയബിൾസ് അല്ലാത്ത വേരിയബിൾസ് ഏതൊക്കെയാണ്? 4 വേരിയബിൾസിൽ എക്സും വൈയും ബേസിക് വേരിയബിൾസ് അല്ല. അപ്പോൾ അതിനെ നമ്മൾ നോൺ ബേസിക് വേരിയബിൾസ് എന്നാണ് ഇപ്പോൾ വിളിക്കുക. അപ്പോൾ S1ഉം S2ഉം ബേസിക് വേരിയബിൾസ്. അപ്പോൾ ഇനി നമ്മൾ സിംപ്ലക്സ് ടേബിൾ വരയാൻ പോവുകയാണ്. സിംപ്ലക്സ് ടേബിളിൻ്റെ ആദ്യത്തെ കോളത്തിൽ തന്നെ ഈ ബേസിക് വേരിയബിൾസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്യുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യം ഇതാണ് എന്താ ബേസിക് വേരിയബിൾ എന്ന് ഞാൻ പറഞ്ഞു, S1ഉം S2. അതിൽ തന്നെ ആദ്യം 1 വന്ന് പിന്നീട് 0 വരുന്ന ഈ ബേസിക് വേരിയബിൾ S1 ആണ് ആദ്യം കാണിക്കുക, S2 രണ്ടാമതായിട്ടാണ് കാണിക്കുക. ഓക്കെ, ഇനി ഇവിടെ ഈ കോളത്തിൽ ഇതാ ഫസ്റ്റ് കോളം, ഇതും ഒരു അടുത്ത കോളം. ഇതിൽ തന്നെ ആദ്യം ഒരു 1, പിന്നെ ഒരു 0, പിന്നെ ഒരു 0 ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതാണ് ആദ്യം കാണിക്കുക. രണ്ടാമത് കാണിക്കുന്നത് 0 1 0 എന്നുള്ള രണ്ടാമത് കാണിക്കും. മൂന്നാമത്തായിട്ട് S3 കാണിക്കുക. അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? 0 0 1 1 അവസാനം വരുന്നതായിരിക്കും. ഓക്കെ, ആ ഓർഡറിൽ വേണം നമ്മൾ ബേസിക് വേരിയബിൾസ് കാണിക്കാൻ. ഓക്കെ, നോക്കൂ, ആ സെക്കൻഡ് മെയിൻ സ്റ്റെപ്പിൽ തന്നെയാണ് നമ്മളുള്ളത്. അഞ്ചാമതായിട്ട് എന്താ ചെയ്യേണ്ടത്? റീറൈറ്റ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ by incorporating all the slack or surplus variables. നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മനസ്സിലാക്കിയിട്ടുണ്ട്. Z ഈക്വൽ ടു 11x പ്ലസ് 4y എന്നല്ലായിരുന്നു. ഇതിനകത്ത് ഡിസിഷൻ വേരിയബിൾസ് ആയിട്ടുള്ള എക്സും വൈയും മാത്രമേ വന്നിട്ടുള്ളൂ. നമ്മൾ കൺസ്ട്രെയിൻസിൻ്റെ അകത്ത് എക്സും വൈയും കൂടാതെ സ്ലാക്ക് വേരിയബിൾസായി S1ഉം S2ഉം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അതേപോലെ ആകാൻ വേണ്ടി നമ്മൾ ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്ത് സ്ലാക്ക് വേരിയബിൾസ് ഉൾപ്പെടുത്തുകയാണ്. സ്ലാക്ക് വേരിയബിൾസ് ഉൾപ്പെടുത്തുമ്പോൾ എങ്ങനെ വരും? മാക്സിമൈസ് Z ഈക്വൽ ടു 11x പ്ലസ് 4y പ്ലസ്, ആ ഇക്വേഷനിൽ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി എന്നാൽ സ്ലാക്ക് വേരിയബിൾസ് ഉള്ളതുപോലെ വരികയും വേണം. അതുകൊണ്ട് നമ്മൾ 0s1 പ്ലസ് 0s2 ആഡ് ചെയ്യും. 11x പ്ലസ് 4y പ്ലസ് 0s1 പ്ലസ് 0s2. ഓക്കെ, then sixth, express the equation of objective function in matrix form. നേരത്തെ നമ്മൾ കൺസ്ട്രെയിൻസ് ഒക്കെ ഇക്വേഷൻ ആക്കി മാറ്റിയിട്ട് അത് മെട്രിക്സ് ഫോമിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, ശരിയല്ലേ? അതേപോലെ തന്നെ ഇവിടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ സ്ലാക്ക് വേരിയബിൾസ് ഉൾപ്പെടുത്തി ഒന്ന് രണ്ടാമത് മാറ്റി ഒന്ന് എഴുതിയ ശേഷം അതിനെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതുകയാണ്. നോക്കൂ, XY S1 S2 XY S1 S2 അതിൻ്റെ കോഎഫിഷ്യൻസ് എഴുതിക്കോളൂ. 11 4 0 0. ഇത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇക്വേഷൻ ആയിട്ടുണ്ടാവില്ല. ഓക്കെ, Z ഈക്വൽ ടു എന്നാണല്ലോ. ഓക്കെ, യെസ്. ദെൻ ദീസ് ആർ കോൾഡ് കോഎഫിഷ്യൻസ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് ഓർ CJ വാല്യൂ. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിൻ്റെ കോഎഫിഷ്യൻസ് ആണ് ഈ 11 4 0 0 എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിനെ കോഎഫിഷ്യൻസ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ CJ വാല്യൂസ് എന്നാണ് വിളിക്കുക. CJ വാല്യൂസ് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസിനെ CJ വാല്യൂസ് എന്ന് വിളിക്കും. ഇനി നമ്മൾ ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. സിംപ്ലക്സ് ടേബിളിൻ്റെ ഫസ്റ്റ് കോളത്തിൽ ബേസിക് വേരിയബിൾസ് ആണ് നമ്മൾ കാണിക്കുക. സെക്കൻഡ് കോളത്തിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ബേസിക് വേരിയബിൾ ഇൻ ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ആ ബേസിക് വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അത് കാണിക്കും. തേർഡ് കോളത്തിൽ സൊല്യൂഷൻ പാർട്ട് ഓഫ് ദി കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ. ഫോർത്ത് കോളം കോഎഫിഷ്യൻ്റ് പാർട്ട് ഓഫ് ദി കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സിംപ്ലക്സ് ടേബിൾ അല്ലെങ്കിൽ ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ ഒന്ന് കൺസ്ട്രക്ട് ചെയ്യാം. ഹെഡിങ് കൊടുക്കുന്നു, ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ അല്ലെങ്കിൽ ഫസ്റ്റ് സിംപ്ലക്സ് ടേബിൾ അല്ലെങ്കിൽ സിംപ്ലക്സ് ടേബിൾ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, ബേസിക് വേരിയബിൾസ് ഫസ്റ്റ് കോളം
ബ്രാക്കറ്റിൽ ബി എന്ന് കൊടുത്തു. ബേസിക് വേരിയബിളിൻ്റെ ഷോർട്ട് ഫോമാണ് ബി എന്ന് കൊടുത്തു. ഏതൊക്കെയായിരുന്നു ബേസിക് വേരിയബിൾ? S1ഉം S2 ആയിരുന്നു, ശരിയല്ലേ? രണ്ടാമത്തെ കോളത്തിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ബേസിക് വേരിയബിൾ ഇൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ബേസിക് വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് എന്തായിരുന്നു? നോക്കൂ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ശരിയല്ലേ? ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻസ് 11, 4, 0, 0 അതാണിത്, 11, 4, 0, 0. ഇതിൽ ബേസിക് വേരിയബിളായ S1, S2 ഇതിൻ്റെ കോഎഫിഷ്യൻസ് എന്താണ്? 0യും 0യും. ഓക്കെ, അപ്പോൾ അതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ബേസിക് ഫംഗ്ഷൻ ആസ് പെർ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, then third, solution part of constraint equation. Constraint equationൻ്റെ സൊല്യൂഷൻ പാർട്ടിനെ പൊതുവെ നമ്മൾ XB എന്ന രീതിയിലാണ് ഡിനോട്ട് ചെയ്യുക, XB. അപ്പോൾ XB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ പാർട്ട് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ ആണ്. സൊല്യൂഷൻ പാർട്ട് എന്തായിരുന്നു? കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ പാർട്ട് നേരത്തെ നമ്മൾ നോക്കിയതാണ്, ഇതാണ് സൊല്യൂഷൻ പാർട്ട്. XB എന്നാണ് ഡിനോട്ട് ചെയ്യുക, 84, 32. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത കോളത്തിൽ 84, 32 കൊടുത്തു. ലാസ്റ്റ് കോളം കോഎഫിഷ്യൻ്റ് പാർട്ട് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ മെട്രിക്സ് ആണ്. കോഎഫിഷ്യൻ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇതാണ് കോഎഫിഷ്യൻ്റ് പാർട്ട്. ഇതാണ് ആദ്യം എഴുതുന്നത്, പിന്നീട് ഇത് എഴുതുന്നു ലാസ്റ്റ്. കോഎഫിഷ്യൻ്റ് പാർട്ട് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ, അതിൽ X, Y, S1, S2 എന്നിങ്ങനെ 4 വേരിയബിൾസുമായി ബന്ധപ്പെട്ട കോഎഫിഷ്യൻസാണ്. അത് പ്രത്യേകമായിട്ട് 4 കോളങ്ങളിലായിട്ട് കാണിക്കുന്നു, X, Y, S1, S2. ഓക്കെ, ഇതാണ് ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇനി ഈ ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിളിൽ നിന്ന് നമുക്ക് എന്താണ് ആൻസർ, നമ്മുടെ ഈ സൊല്യൂഷൻ എന്താണ് എന്ന് അറിയണമല്ലോ. സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, ഇവിടെ ബേസിക് വേരിയബിൾ കോളത്തിൽ ഫസ്റ്റ് കോളത്തിൽ വരുന്ന ഈ വേരിയബിളും അതിൻ്റെ വാല്യൂസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സൊല്യൂഷൻ പാർട്ട് എന്ന് പറഞ്ഞ ഈ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ പാർട്ട് ഇവിടെ വരുന്ന വാല്യൂ ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ S1 84ഉം S2 32 ആണ് ഇവിടെയുള്ള നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയും, ആൻസർ. സിംപ്ലക്സ് ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കുക ഇങ്ങനെയാണ്. ഇവിടെ ബേസിക് വേരിയബിൾ കോളത്തിലുള്ള വേരിയബിൾസ് എടുക്കുക, അതുപോലെ സൊല്യൂഷൻ കോളത്തിൽ കാണുന്ന ഈ വാല്യൂ. അപ്പോൾ S1 ഈക്വൽ ടു 84, S2 ഈക്വൽ ടു 32 എന്നുള്ളതാണ് ഇവിടെയുള്ള സൊല്യൂഷൻ. ഈ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷനിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ള ട്രയൽ ഫീസിബിൾ സൊല്യൂഷനാണിത്. S1 ഈക്വൽ ടു 84, S2 ഈക്വൽ ടു 32. ക്ലിയർ? പക്ഷേ നമുക്കറിയാം ഈ 2 സൊല്യൂഷനുള്ള ആൻസർ അല്ല, രണ്ട് വേരിയബിളിൻ്റെ ആൻസർ അല്ല നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ ഡിസിഷൻ വേരിയബിൾസായ എക്സും വൈയാണ് നമുക്കറിയേണ്ടത്. അപ്പോൾ എക്സും വൈ ഇവിടെ വരാത്ത സ്ഥിതിക്ക് എക്സും വൈയുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പം നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷനിലൂടെ നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ S1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84, S2 32, X0, Y0 ആണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, നമ്മുടെ ഡിസിഷൻ വേരിയബിൾ X1ഉം Xും Yയും ആണ്. Xും Yയും ഇവിടെ എന്താ? 0 ആണ്. അപ്പം നമുക്ക് പറയാം ഈ സൊല്യൂഷനിൽ ഈ സിംപ്ലക്സ് ടേബിളിലൂടെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാ, X ഈക്വൽ ടു 0, Y ഈക്വൽ ടു 0. അതാണ് നമ്മുടെ സൊല്യൂഷൻ. ഓക്കെ, ആ ഡിസിഷൻ വേരിയബിളിൻ്റെ വാല്യൂ ആണല്ലോ നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ ഡിസിഷൻ വേരിയബിളിൻ്റെ വാല്യൂ ഇവിടെ S1ഉം S2ഉം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ, എക്സും വൈയും ഇല്ല. അതുകൊണ്ട് എക്സും വൈയും 0 ആണെന്ന് അർത്ഥം. X0, Y0. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ പ്രകാരം മാക്സിമൈസ് Z ഈക്വൽ ടു 11x പ്ലസ് 4y എന്നായിരുന്നു. അപ്പോൾ 11 ഇൻറ്റു 0 പ്ലസ് 4 ഇൻറ്റു 0, 0 കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊരു സൊല്യൂഷൻ X ഈക്വൽ ടു 0, Y ഈക്വൽ ടു 0 എന്ന് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുകയാണ് അടുത്ത ഘട്ടത്തിൽ നാം ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ മെയിൻ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുകയാണ്. ടെസ്റ്റ് ദി ഓപ്റ്റിമാലിറ്റി ഓഫ് ദി സൊല്യൂഷൻ. അപ്പോൾ ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി
നേരത്തെ നമ്മളിതാ തൊട്ട് മുമ്പ് വരഞ്ഞ ഇതാ ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ തന്നെയാണ്. നിങ്ങൾ പ്രത്യേകമായിട്ട് ഒരു പുതിയ ടേബിളൊന്നും വരേണ്ടതില്ല. ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതാ ഈ ടേബിളിനകത്ത് തന്നെ ചില ചേഞ്ചസ് ഒക്കെ വരുത്തുകയാണ്, ചില അഡീഷണലായിട്ട് കോളംസും റോയൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതായിരുന്നു നമ്മൾ ഇതുവരെ കഴിഞ്ഞ ടേബിൾ. ഇതാ ഇങ്ങനെയായിരുന്നു സിംപ്ലക്സ് ടേബിൾ എന്ന് പറയുന്നത്. ഇത്രയും പോർഷൻ ആയിരുന്നു. ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് ചേർക്കുകയാണ്. എന്താണ് ചേർക്കുന്നത് എന്നെല്ലാം നോക്കിക്കോ. ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് ഈ നെറ്റ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഡെൽറ്റ ജെ എന്ന് പറയുന്ന ഒരു വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുക. ഈ ഡെൽറ്റ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നെറ്റ് ഇവാലുവേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? നെറ്റ് ഇവാലുവേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഡെൽറ്റ ജെ ഓർ നെറ്റ് ഇവാലുവേഷൻ ഈസ് ഈക്വൽ ടു സെഡ് ജെ മൈനസ് സി ജെ എന്ന്. സെഡ് ജെ മൈനസ് സി ജെ ആണ് ഡെൽറ്റ ജെ. അപ്പോൾ സെഡ് ജെ എന്ന് പറഞ്ഞാൽ എന്താ? സെഡ് ജെ നമ്മൾ നേരത്തെ പറഞ്ഞ സിംപ്ലക്സ് ടേബിൾ ഇതാ ഇത്രയും ഭാഗമായിരുന്നേ തൊട്ട് മുമ്പ് പറഞ്ഞ സിംപ്ലക്സ് ടേബിൾ. അതിനകത്താണ് ഞാൻ ഈ കൂടുതലായിട്ട് ചില റോസൊക്കെ ഇതാ ഈ സെഡ് ജെ സി ജെ ഒക്കെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ രണ്ട് ടേബിൾ വരയരുത്, നേരത്തെ വരഞ്ഞ ആ ടേബിളിനകത്ത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ജെ കാണാൻ വേണ്ടി സെഡ് ജെ മൈനസ് സി ജെ എന്ന് പറയുമ്പോൾ സെഡ് ജെ കണ്ടുപിടിക്കണ്ടേ? എന്താ സെഡ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോഎഫിഷ്യൻ്റ് പാർട്ട് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഓരോ കോഎഫിഷ്യൻറ്റിൻ്റെ ഓരോ വേരിയബിളിൻ്റെയും കോഎഫിഷ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 7, 4, 3, 2, 1, 0, 0, 1 എന്ന് കൊടുത്തിരിക്കുകയാണ്. ഇത് ഈ 7 ഇൻറ്റു ഈ ഓരോ കോളത്തിലും വരുന്ന ഈ വാല്യൂ ഇവിടെയുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ബേസിക് വേരിയബിൾ എന്ന് പറയുന്ന ഈ 0, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. 0 ഇൻറ്റു 7 അല്ലെങ്കിൽ 7 ഇൻറ്റു 0 പ്ലസ് 4 ഇൻറ്റു 0. അപ്പോൾ ഓരോ കോളത്തിലുള്ള ആ വേരിയബിളുമായി ബന്ധപ്പെട്ട കോഎഫിഷ്യൻസിനെ അതിൻ്റെ കറസ്പോണ്ടിങ് ബേസിക് വേരിയബിൾ കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ബന്ധപ്പെട്ട എന്താ ബേസിക് വേരിയബിൾ കോഎഫിഷ്യൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0 ഇൻറ്റു 7 പ്ലസ് 0 ഇൻറ്റു 4. ഓക്കെ, അതാണ് സെഡ് ജെ വാല്യൂ. ക്ലിയർ? ഇനി അതുപോലെ വൈയുടെ 3 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 0, 0. ഇവിടെ S1 ഇൻറ്റു 1 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0, അപ്പോൾ 0. ഓക്കെ, അവസാനം S2 0 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 0, 0. അപ്പോൾ സെഡ് ജെ വാല്യൂ നമുക്ക് കിട്ടി 0, 0, 0, 0 ആണ്. എല്ലാ വേരിയബിളിൻ്റെയും സെഡ് ജെ വാല്യൂ 0 ആണ് കിട്ടി. സി ജെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? കോഎഫിഷ്യൻ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. കോഎഫിഷ്യൻ്റ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ച്? 11. ഇതാ നോക്കൂ, കോഎഫിഷ്യൻ്റ് ഓഫ് സി ജെ വാല്യൂസ് 11, 4, 0, 0 ആണ്. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സി ജെ 11, 4, 0, 0. ഇനി സെഡ് ജെ മൈനസ് സി ജെ നോക്കൂ. 0 മൈനസ് 11 മൈനസ് 11, 0 മൈനസ് 4 മൈനസ് 4, 0 മൈനസ് 0 0, 0 മൈനസ് 0 0. ഓക്കെ, ഇനി ഈ നെറ്റ് വാല്യുവേഷൻ അല്ലെങ്കിൽ ഡെൽറ്റ ജെ ആണ് നമ്മുടെ ഫീസിബിൾ സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെയുള്ള നമ്മുടെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞില്ലേ, x0 y0 എന്ന ആ ഒരു ഫീസിബിൾ സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുകയാണ്. ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് നെറ്റ് വാല്യുവേഷൻ്റെ അല്ലെങ്കിൽ ഡെൽറ്റ ജെ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ. എങ്ങനെയാണ് ഡെൽറ്റ ജെ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്റ്റിമാലിറ്റി ഓപ്റ്റിമൽ ആണോ അല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത്? നോക്കൂ. ഇൻ കേസ് ഓഫ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, if all the delta j values are either positive or 0, then the solution is optimal, and otherwise the solution is not optimal. അപ്പോൾ ഇവിടെ ഡെൽറ്റ ജെ വാല്യൂസ് അല്ലെങ്കിൽ നെറ്റ് വാല്യുവേഷൻ വാല്യൂ എല്ലാം തന്നെ ഇവിടെ 4 വാല്യൂ ആണ്. എല്ലാം തന്നെ 0 അല്ലെങ്കിൽ പോസിറ്റീവ്, 0യോ അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആകുക. അങ്ങനെയാണെങ്കിൽ മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആകുമ്പോൾ എല്ലാം 0 അല്ലെങ്കിൽ പോസിറ്റീവ് വാല്യൂ ആയാൽ അത് ഓപ്റ്റിമൽ സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ നോട്ട് ഓപ്റ്റിമൽ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്.
ഇത് എല്ലാ വാല്യൂസും സീറോയോ അല്ലെങ്കിൽ പോസിറ്റീവോ അല്ല. രണ്ടെണ്ണം സീറോ ഉണ്ട്, പിന്നെ രണ്ടെണ്ണം നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. അപ്പോൾ ഇത് ഓപ്റ്റിമൽ അല്ല. ഇനി മിനിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആകുന്ന സമയത്ത് നേരെ തിരിച്ചാണ് കേട്ടോ. ഇഫ് ഓൾ ദി ഡെൽറ്റ ജെ വാല്യൂസ് ആർ എയ്തർ നെഗറ്റീവ് ഓർ സീറോ, സീറോയോ അല്ലെങ്കിൽ എല്ലാം പോസിറ്റീവ് ആകും, ഒന്നുകിൽ സീറോ അല്ലെങ്കിൽ പോസിറ്റീവ് ആകുക. അങ്ങനെ ആകുന്ന സമയത്ത് ദി സൊല്യൂഷൻ ഈസ് ഓപ്റ്റിമൽ, അല്ലെങ്കിൽ അത് നോട്ട് ഓപ്റ്റിമൽ ആണ്. ക്ലിയർ ആയോ? അപ്പോൾ ഓപ്റ്റിമൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഡെൽറ്റ ജെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതെങ്ങനെയാണെന്ന് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ എക്സാമ്പിളിൽ സൊല്യൂഷൻ ഈസ് നോട്ട് ഓപ്റ്റിമൽ. എന്തുകൊണ്ടാണ്? മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആകുമ്പോൾ ഓപ്റ്റിമൽ സൊല്യൂഷൻ വേണമെങ്കിൽ ഡെൽറ്റ ജെ വാല്യൂ ഒന്നുകിൽ എല്ലാ ഡെൽറ്റ ജെ വാല്യൂസും ഒന്നുകിൽ സീറോ അല്ലെങ്കിൽ സീറോയിൽ കൂടുതലായിരിക്കണം, പോസിറ്റീവായിരിക്കും. ഇവിടെ രണ്ടെണ്ണം നെഗറ്റീവ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഓപ്റ്റിമൽ സൊല്യൂഷൻ അല്ല എന്ന് മനസ്സിലായി. ഓപ്റ്റിമൽ സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സൊല്യൂഷനിൽ, അതായത് x0 y0 എന്ന നമ്മുടെ നിലവിലുള്ള സൊല്യൂഷനിൽ നമ്മൾ മോഡിഫിക്കേഷൻ വരുത്തണം. എങ്ങനെയാണ് മോഡിഫിക്കേഷൻ വരുത്തുന്നത്? അതാണ് തുടർന്ന് നമ്മൾ പഠിക്കുന്നത്. ആ മോഡിഫിക്കേഷൻ വരുത്താൻ വേണ്ടി ഇതേ ടേബിളിനകത്ത് തന്നെ ചില അഡീഷണലായിട്ടുള്ള ചില വർക്കിംഗ് ഒക്കെ നമ്മൾ കാണിക്കുക, ഒരേ ടേബിളിനകത്ത് തന്നെ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിളാണ്, നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് കണ്ട അതേ ടേബിൾ തന്നെ, അതിൽ യാതൊരു മാറ്റവും ഞാൻ വരുത്തിയിട്ടില്ല. നോക്കൂ, ബേസിക് വേരിയബിൾ മുതൽ ഇതാ നെറ്റ് ഇവാലുവേഷൻ ഡെൽറ്റ ജെ വാല്യൂ 0 വരെ നിങ്ങൾക്ക് ഇതിനകത്തും കാണാം. ഡെൽറ്റ ജെ വാല്യൂസ് കൂടുതലായിട്ട് ഞാൻ ചേർത്ത് ഇങ്ങനെ ഒരു റോ ചേർത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗം കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. ഒരേ ടേബിൾ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓരോ ഘട്ടമായിട്ട് നിങ്ങൾ വരുത്തുന്ന ചേഞ്ചസ് ഞാനിവിടെ പല ടേബിളായിട്ട് കാണിച്ചതാണ്. നിങ്ങൾ ഒരൊറ്റ ടേബിളിനകത്താണ് ഇതെല്ലാം കാണിക്കുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇനി മോഡിഫിക്കേഷൻസ് വരുത്തുന്നത് എന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ഈ സൊല്യൂഷൻ ഓപ്റ്റിമൽ അല്ല എന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ഓപ്റ്റിമൽ അല്ലാതിരുന്ന്? ഇവിടെ 2 മൈനസ് വാല്യൂ വന്നു. ഈ മൈനസ് വാല്യൂവിൽ ഹയസ്റ്റ് മൈനസ് വാല്യൂ ഏതാ വരുന്നത്? ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ, ഏറ്റവും ലോവസ്റ്റ് എന്നർത്ഥം. -11 ആണല്ലോ. ഹയസ്റ്റ് നെഗറ്റീവ് വാല്യൂ -11 ആണ്. ഓക്കെ, അപ്പോൾ ഈ 11 വരുന്ന വേരിയബിൾ ഏതാണ്? എക്സ് ആണ്. അപ്പോൾ ഈ എക്സ് ആണ് നമ്മളിവിടെ ബേസിക് വേരിയബിൾ കോളത്തിൽ S1 S2 ആണുള്ളത്. ഇതിനകത്ത് ബേസിക് വേരിയബിൾ കോളത്തിൽ ഈ ഒരു വേരിയബിളിനെ ഉൾപ്പെടുത്തണം. ഹയസ്റ്റ് മൈനസ് വാല്യൂ ഉള്ള ഈ എക്സ് എന്ന് പറയുന്ന ഈ വേരിയബിൾ ബേസിക് വേരിയബിൾ എന്ന കോളത്തിൽ വരണം എന്നുള്ളത് കൊണ്ട് ഈ എക്സിനെ നമുക്ക് ഇൻകമിങ് വേരിയബിൾ എന്ന് വിളിക്കാം. എക്സ് ഇവിടെ ഇൻകമിങ് വേരിയബിളാണ്. ഹയസ്റ്റ് നെഗറ്റീവ് ഡെൽറ്റ ജെ വാല്യൂ വരുന്ന വേരിയബിൾ എക്സ് ആണല്ലോ. ആ എക്സിനെ നമുക്ക് ഈ സിംപ്ലക്സ് ടേബിളിൻ്റെ അകത്ത് സൊല്യൂഷൻ അല്ലെങ്കിൽ ഈ ബേസിക് വേരിയബിൾ കോളത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവരണം. അതുകൊണ്ട് എക്സിനെ നമ്മൾ ഇൻകമിങ് വേരിയബിൾ എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കോളം ഉണ്ടല്ലോ, ഈ ഒരു കോളത്തെ നമ്മൾ വിളിക്കുക ഇൻകമിങ് കോളം എന്നാണ് വിളിക്കുക. ക്ലിയർ? എക്സ് ഇൻകമിങ് വേരിയബിൾ, ഈ കോളം ഇൻകമിങ് കോളം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ S1 S2 എന്നീ ബേസിക് വേരിയബിൾ കോളത്തിലുള്ള 2 വേരിയബിൾസിൽ ഒന്നിനെ ഒഴിവാക്കി അതിൻ്റെ സ്ഥാനത്ത് x1 എക്സ് എന്ന വേരിയബിളിനെ കൊണ്ടുവരണം. ക്ലിയർ? അപ്പോൾ എക്സ് എന്ന വേരിയബിളിനെ ഇവിടേക്ക് കൊണ്ടുവരുന്ന സമയത്ത് S1-ൻ്റെയോ S2-ൻ്റെയോ സ്ഥാനത്ത് ഏതോ ഒന്നിൻ്റെ സ്ഥാനത്ത് എക്സ് എന്ന വേരിയബിളിനെ കൊണ്ടുവരണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വേരിയബിൾ ഇവിടുന്ന് ഒഴിവാകേണ്ടി വരുമല്ലോ. ഒന്നുകിൽ S1 അല്ലെങ്കിൽ S2 ഒഴിവാകണം. ശരിയല്ലേ? ആ ഒഴിവാകേണ്ടത് ഏതാണെന്ന് തീരുമാനിക്കുന്നത് റീപ്ലേസ്മെൻറ്റ് റേഷ്യോൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ കാൽക്കുലേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ ഒരു കോളം അധികമായിട്ട് ഞാൻ വരഞ്ഞിരിക്കുന്നത്. നേരത്തെ ആ ടേബിൾ ഇവിടം വരെയാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് അധികമായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഇൻകമിങ് വേരിയബിൾ ആണല്ലോ എക്സ്, ഇത് ഇൻകമിങ് കോളമാണല്ലോ. അതുകൊണ്ടാണ് ഈ ഏരോ മാർക്ക് ഇവിടെ ഇങ്ങനെ
ഇങ്ങോട്ടേക്ക് ഈ ടേബിളിനകത്തേക്ക് വരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഏരോ മാർക്ക് ഈ ഡയറക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഇൻകമിങ് വേരിയബിൾ എക്സ്, ദിസ് കോളം ഈസ് ഇൻകമിങ് കോളം. അപ്പോൾ ഇവിടുന്ന് S1 S2ൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ സ്ഥാനത്ത് എക്സ് വരും. അപ്പോൾ S1 S2 ഇവിടുന്ന് പോകണമെന്നർത്ഥം. അങ്ങനെ പോവേണ്ട വേരിയബിളിനെ നമ്മൾ വിളിക്കുക ഔട്ട് ഗോയിങ് വേരിയബിൾ എന്നാണ്, അല്ലെങ്കിൽ ഡിപ്പാർട്ടിംഗ് വേരിയബിൾ എന്ന് വിളിക്കും. ഒന്നുകിൽ S1 ആയിരിക്കും അല്ലെങ്കിൽ S2 ആയിരിക്കും. S1 ആണ് പോയി അവിടെ എക്സ് വരുന്നതെങ്കിൽ S1നെ ഔട്ട് ഗോയിങ് വേരിയബിൾ എന്ന് പറയും. ഇനി എക്സ് ഇവിടെയാണ് വരുന്നതെങ്കിൽ S2 ആണല്ലോ പോകേണ്ടത്. അപ്പോൾ S2നെ നമ്മൾ ഔട്ട് ഗോയിങ് വേരിയബിൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഡിപ്പാർട്ടിംഗ് വേരിയബിൾ എന്ന് വിളിക്കും. ആ കോളത്തെ ആ റോയെ നമ്മൾ എന്ത് വിളിക്കും? ഡിപ്പാർട്ടിംഗ് റോ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഔട്ട് ഗോയിങ് റോ എന്ന് വിളിക്കും. ഞാനിവിടെ ഔട്ട് ഗോയിങ് കോളം എന്നാണ് എഴുതിയിരിക്കുന്നത്, ഔട്ട് ഗോയിങ് റോ എന്ന് വിളിക്കും. അപ്പോൾ ഏതാണ് പോവേണ്ടത്, ഡിപ്പാർട്ട് ചെയ്യേണ്ടത്? S1 ആണോ S2 ആണോ? എക്സ് വരുന്ന സമയത്ത് S1 ആണോ പോവേണ്ടത്, S2 ആണോ പോവേണ്ടത്? അത് തീരുമാനിക്കുന്നത് റീപ്ലേസ്മെൻറ്റ് റേഷ്യോൻ്റെ അടിസ്ഥാനത്തിലാണ്. റീപ്ലേസ്മെൻറ്റ് റേഷ്യോ നോക്കൂ, എങ്ങനെയാണ് കണ്ടുപിടിക്കുക? XB ഡിവൈഡഡ് ബൈ കീ കോളം വാല്യൂ. ഇവിടെ ഉണ്ടല്ലോ ഈ ഇൻകമിങ് കോളം എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതിനെ കീ കോളം എന്നും വിളിക്കും. ഇൻകമിങ് കോളം അല്ലെങ്കിൽ കീ കോളം എന്നെല്ലാം വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ S1ൻ്റെ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ കാണുക എന്ന് പറഞ്ഞാൽ S1മായി ബന്ധപ്പെട്ട XB കോളത്തിലുള്ള വാല്യൂ 84 ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ വരുന്നത്. എക്സ് വരുന്ന സമയത്ത് അവിടെയുള്ള ആ വാല്യൂ എസ്സിന് നേരെ എക്സ് എന്ന കോളത്തിലുള്ള 7. അതാ കീ കോളം വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് കീ കോളം. കീ കോളത്തിലുള്ള S1ൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ XB ഡിവൈഡഡ് ബൈ കീ കോളം വാല്യൂ ഓഫ് S1. S1മായി ബന്ധപ്പെട്ട് കീ കോളത്തിലുള്ള വാല്യൂ. അപ്പോൾ 84 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 12 എന്ന് വരും. അതേപോലെ S2ൻ്റെ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇതവിടെയുള്ള XB ഡിവൈഡഡ് ബൈ എന്താണ് വരിക? 4. XB ഡിവൈഡഡ് ബൈ 4. കീ കോളം ആണ് ഇത്. കീ കോളം വാല്യൂ S2ൻ്റെത് 4 ആണ്. S2ൻ്റെ XB എന്ന കോളത്തിലുള്ള വാല്യൂ 32 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 8. ഓക്കെ, അപ്പോൾ ഈ 12ഉം S1ൻ്റെ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ 12 ആണ്, S2ൻ്റെ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ 8 ആണ്. റീപ്ലേസ്മെൻറ്റ് റേഷ്യോ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുക? ഔട്ട് ഗോയിങ് വേരിയബിൾ അല്ലെങ്കിൽ ഡിപ്പാർട്ടിംഗ് വേരിയബിൾ ഏതാണെന്ന് തീരുമാനിക്കും. ഇവിടെ റീപ്ലേസ്മെൻറ്റ് വാല്യൂ അല്ലെങ്കിൽ ആ റീപ്ലേസ്മെൻറ്റ് റേഷ്യോനെ സൂചിപ്പിക്കുന്ന സിമ്പലാണ് ഇത്, തീറ്റ എന്ന് പറയും. തീറ്റ മിനിമൽ നോൺ നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം എടുക്കേണ്ടത്. മിനിമൽ നോൺ നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും നോൺ നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0യോ അല്ലെങ്കിൽ പോസിറ്റീവോ, അതിലുള്ള മിനിമം. അപ്പോൾ ഇവിടെ രണ്ടും പോസിറ്റീവാണ്, അതിലുള്ള മിനിമം 8 ആണ്. 12ഉം 8ഉം നോക്കുമ്പോൾ മിനിമം നോൺ നെഗറ്റീവ് വാല്യൂ 8 ആണ്. അപ്പോൾ ആ 8 വരുന്ന റീപ്ലേസ്മെൻറ്റ് റേഷ്യോ വരുന്ന വേരിയബിളായ S2 ആണ് പുറത്തേക്ക് പോകേണ്ടത്. അപ്പോൾ പുറത്തേക്ക് പോകേണ്ട ഔട്ട് ഗോയിങ് വേരിയബിൾ എന്ന് പറയുന്നത് S2 ആണ്, അല്ലെങ്കിൽ ഡിപ്പാർട്ടിംഗ് വേരിയബിൾ എന്ന് പറയുന്നത് S2 ആണ്. അപ്പോൾ ഔട്ട് ഗോയിങ് വേരിയബിളിന് ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന എന്ന അർത്ഥത്തിലാണ് ഒരു ഏരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്, ഔട്ട് ഗോയിങ് വേരിയബിൾ. അപ്പോൾ ഔട്ട് ഗോയിങ് വേരിയബിൾ S2 ആണ്. ഈ റോ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഔട്ട് ഗോയിങ് റോ എന്ന് വിളിക്കും. ഞാനിവിടെ ഔട്ട് ഗോയിങ് കോളം എന്നാണ് കൊടുത്തിരിക്കുന്നത്, ഔട്ട് ഗോയിങ് റോ എന്നാണ് വേണ്ടത്. ഔട്ട് ഗോയിങ് റോ ആണിത്, അല്ലെങ്കിൽ ഇതിനെ കീ റോ എന്ന് വിളിക്കും. കീ കോളം അല്ലേ ഇത്, അതുപോലെ ഇത് കീ റോ എന്നാണ് വിളിക്കുക. അപ്പോൾ നോക്കൂ, എക്സുമായി ബന്ധപ്പെട്ട് ഇതായിരുന്നു കീ കോളം, ഇത് കീ റോ. ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഈ 4 ഒരു സ്ക്വയറിനകത്ത് റെക്റ്റാങ്കിൾ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ സർക്കിൾ ചെയ്താൽ മതി. ഇങ്ങനെ ഈ 4 എന്ന് പറയുന്ന വാല്യൂ ഈ കീ റോ ഇതാണ്, അതുപോലെ ഇത് കീ കോളമാണ്. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ വാല്യൂ പോയിൻ്റ് 4 ആണ്. അതിനെ കീ വാല്യൂ അല്ലെങ്കിൽ
കീ എലിമെൻ്റ് അല്ലെങ്കിൽ പിവട്ട് വാല്യൂ എന്നെല്ലാം പറയും. ആ പിവട്ട് വാല്യൂ എന്ന് പറയുന്നതാണ് 4. ക്ലിയർ? ഇത്രയും കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ S2 എന്ന ബേസിക് വേരിയബിൾ ഒഴിവായി ആ സ്ഥാനത്ത് എക്സ് എന്ന വേരിയബിൾ വരണം. എക്സ് ഇൻകമിങ് ആണ്, S2 ഔട്ട് ഗോയിങ് ആണ്. അപ്പോൾ എക്സ് ഇവിടെ വരികയും S2ന് പകരം S2ൻ്റെ സ്ഥാനത്ത് എക്സ് വരുമ്പോൾ ഇവിടെയൊക്കെ പലതരത്തിലുള്ള ചേഞ്ചസ് വരുത്തണം. എന്താണെന്ന് പറഞ്ഞാൽ, എക്സ് ബേസിക് വേരിയബിൾ ആകണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബേസിക് വേരിയബിളിൻ്റെ ആ മെട്രിക്സിനകത്തുള്ള വാല്യൂസ് 1, 1 ബാക്കിയുള്ളതൊക്കെ 0 ആയി മാറണം. ശരിയല്ലേ? ഇവിടെ നമ്മൾ S1 S2 എന്ന് പറയുമ്പോൾ നോക്കൂ, 1 0 0 1. അപ്പോൾ എക്സ് ഇവിടെ ബേസിക് വേരിയബിളായി വരണമെങ്കിൽ ഇവിടെയുള്ള 7 4 എന്നുള്ളത് എന്തായി മാറണം? 0ഉം 1ഉം ആയി മാറണം. അങ്ങനെ മാറുന്ന സമയത്ത് ബാക്കിയുള്ള റോയിലും കോളങ്ങളിലൊക്കെ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് വരുത്തണം. ആ ചേഞ്ചസ് വരുത്തുന്നതിനെയാണ് നമ്മൾ ഈ ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിളിൽ മോഡിഫിക്കേഷൻ വരുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇംപ്രൂവ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇംപ്രൂവ്മെൻറ്റ് വരുത്തുന്നത് എങ്ങനെയാണ് എന്നുള്ള ആ കാര്യം നമുക്ക് സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിലൂടെ മനസ്സിലാക്കി തരാം. ശ്രദ്ധിക്കുക. നോക്കൂ, സിംപ്ലക്സ് ടേബിൾ 2. ഞാനിവിടെ നേരത്തെ വരഞ്ഞിട്ടുള്ള ആ സിംപ്ലക്സ് ടേബിളിൽ ഇതാ ഈ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ എന്നുള്ള ആ കോളം ഒഴിവാക്കി. ഇതെപ്പോഴാണ് വരിക? ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന സമയത്താണ്. ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് ഒരു പുതിയ ഇൻകമിങ് വേരിയബിൾ വരുന്ന സമയത്ത്, ഒരു വേരിയബിൾ പോകേണ്ട സമയത്ത് പോകേണ്ടത് ഏതാണെന്ന് തീരുമാനിക്കാനാണ് റീപ്ലേസ്മെൻറ്റ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, നമുക്കത് കണ്ടുപിടിക്കേണ്ടി വരും ഓപ്റ്റിമൽ അല്ല എങ്കിൽ. ഓക്കെ, നമ്മളിത് അതേ സിംപ്ലക്സ് ടേബിളിനകത്ത് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു S2 ആയിരുന്നു ഔട്ട് ഗോയിങ്. ഈ S2ൻ്റെ സ്ഥാനത്ത് ഞാൻ എക്സിനെ കൊണ്ടുവരികയാണ്. S2ൻ്റെ സ്ഥാനത്ത് എക്സിനെ കൊണ്ടുവരുന്നു. ഓക്കെ, X2ൻ്റെ സ്ഥാനത്ത് എസിനെ കൊണ്ടുവരുന്ന സമയത്ത് അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ കോളത്തിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ബേസിക് വേരിയബിൾ, ആ ബേസിക് വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ എങ്ങനെയാണോ അതങ്ങനെ. S2ൻ്റെത് എങ്ങനെയായിരുന്നു? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ 0 ആണ്. എക്സിൻ്റെത് എന്തായിരുന്നു? 11 ആയിരുന്നു. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 11 4 0 0 എന്നായിരുന്നു. 11 4 0 0. ഓക്കെ, അപ്പോൾ എക്സിൻ്റെത് 11 ആയിരുന്നു. അതാണ് ഇവിടെ എഴുതി. ഇനി നോക്കൂ, സൊല്യൂഷൻ പാർട്ട് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ എന്നുള്ളത് ഇവിടെ വരുന്ന മാറ്റം നേരത്തെ ഉള്ളതിൽ നിന്ന് എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് നോക്കാം. ഇവിടെ നോക്കൂ, S2 നമുക്ക് ഇവിടെ S2 ആണ് എക്സ് ആക്കി മാറ്റിയത്. ഓക്കെ, S2ൻ്റെ സ്ഥാനത്ത് എക്സിനെ കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ എക്സിൻ്റെ വാല്യൂ 0ഉം 1ഉം ആയി വരണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ എക്സ് ആക്കി മാറ്റിയാൽ ഇവിടെയുള്ള കീ എലിമെൻറ്റിനെ 4 അല്ലേ, ആ കീ എലിമെൻറ്റിനെ 1 ആക്കി മാറ്റുക. ഈ 4 1 ആണ്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണമല്ലോ. അപ്പോൾ 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ആയി മാറി. അങ്ങനെ 4നെ 1 ആക്കി മാറ്റുന്ന സമയത്ത് ഈ റോയിലുള്ള എല്ലാ വാല്യൂ, ഇവിടെയുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ബേസിക് വേരിയബിളിന് ശേഷമുള്ള ഈ റോയിലുള്ള എല്ലാ വാല്യൂസിനെയും നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നേരത്തെ 32 ഉണ്ടായിരുന്ന 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ആകുന്നു. ഇത് 1 ആയി. ഇത് 2 ഉണ്ടായിരുന്ന 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/2 ആയി. 0 ഡിവൈഡഡ് ബൈ 4 0 ആയി. 1 ഉണ്ടായിരുന്ന 1/4 ആയി മാറി. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇവിടെ എക്സ് എന്ന വേരിയബിൾ ബേസിക് വേരിയബിൾ ആകുമ്പോൾ അതിൻ്റെ വെക്റ്റർ യൂണിറ്റ് വെക്റ്ററാക്കി മാറ്റാൻ വേണ്ടി എന്ത് ചെയ്തു? കീ വാല്യൂവിനെ നമ്മൾ 1 ആക്കി മാറ്റി. കീ വാല്യൂവിനെ 1 ആക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത വേരിയബിൾ 0 ആക്കി മാറ്റണമല്ലോ. അടുത്തത് ഞാൻ 0 ആക്കി മാറ്റിയില്ല. ഇവിടെ 0 ആക്കി മാറ്റി. 0 ആക്കി മാറ്റുമ്പോൾ ബാക്കിയുള്ളത് ഇവിടെ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വാല്യൂവും അതിനനുസരിച്ച് ചേഞ്ച് വരുത്തണം. അതിനനുസരിച്ച് റിവൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് ഇത്. റിവൈസ്ഡ് വാല്യൂ ഈസ് ഈക്വൽ ടു എന്താണ്? ഓൾഡ് വാല്യൂ മൈനസ് കറസ്പോണ്ടിങ് ഓൾഡ് വാല്യൂ ഇൻ ദി കീ കോളം ഇൻറ്റു കറസ്പോണ്ടിങ് ഓൾഡ് വാല്യൂ ഇൻ ദി കീ റോ ഡിവൈഡഡ് ബൈ കീ എലിമെൻ്റ് എന്നാണ്. ക്ലിയർ ആയോ?
അപ്പോൾ റിവൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ഇതായി ഇത് 0 ആക്കി മാറ്റി. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെയുള്ള എല്ലാ വാല്യൂവിലും ചേഞ്ച് വരുത്തണം. അങ്ങനെ ചേഞ്ച് വരുത്തി ഇവിടെ നേരത്തെ എത്രയായിരുന്നു ഉണ്ടായിരുന്ന വാല്യൂ? നേരത്തെ ഉണ്ടായിരുന്ന 84 ആയിരുന്നു. ഇവിടെ ഈ 84 28 ആയി മാറി. എങ്ങനെയാണോ 28 ആയി മാറിയത്? 84 ആണ് നേരത്തെ ഉണ്ടായിരുന്ന വാല്യൂ. 84 മൈനസ് എന്താണ്? കറസ്പോണ്ടിങ് ഓൾഡ് വാല്യൂ ഇൻ ദി കീ കോളം ഇൻറ്റു കറസ്പോണ്ടിങ് ഓൾഡ് വാല്യൂ ഇൻ ദി കീ റോ ഡിവൈഡഡ് ബൈ കീ എലിമെൻറ്റ്. തൊട്ട് മുകളിലുള്ള ടേബിൾ ഒന്ന് നോക്കാം. 84 നമ്മുടെ കീ കോളം ഇതായിരുന്നല്ലോ, ഇതാണ് കീ കോളം. കീ റോ ഏതായിരുന്നു? ഇതാണ് കീ റോ. അപ്പോൾ കീ റോയും കീ കോളത്തിലും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ ഏതാ? ഇത് കീ കോളമാണ് എങ്കിൽ ഈ 87ന് കറസ്പോണ്ടിങ് ആയി കീ കോളത്തിൽ വരുന്ന വാല്യൂ 7 ആണ്. ഇതാണ് കീ റോ. 84ന് കറസ്പോണ്ടിങ് ആയിട്ട് കീ റോയിൽ വരുന്ന വാല്യൂ 32 ആണ്. ഈ 32 ഇൻറ്റു 7 അല്ലെങ്കിൽ 7 ഇൻറ്റു 32 ഡിവൈഡഡ് ബൈ കീ വാല്യൂ 4 ആണ്. അപ്പോൾ 7 ഇൻറ്റു 34 ഡിവൈഡഡ് ബൈ 4 ആണ് നമ്മുടെ റിവൈസ്ഡ് വാല്യൂ വരിക. 7 ഇൻറ്റു 34/4. അത് 84 പഴയ വാല്യൂയിൽ നിന്ന് മൈനസ് ചെയ്യും. 84ൽ നിന്ന് 84 മൈനസ് 7 ഇൻറ്റു 32 ഡിവൈഡഡ് ബൈ 4 ഈക്വൽ ടു 28. അതാണ് ഈ 28. ക്ലിയർ? ഇത് 0 ആയി മാറി. ഇനി വൈയുടെ വാല്യൂ നേരത്തെ ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? 3 ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ശരിയല്ലേ? അവിടെ ഉണ്ടായിരുന്ന 3 വൈയുടെ വാല്യൂ 3. അതിനി എന്തായി മാറും? നോക്കൂ, എന്തായിരുന്നു വൈയുടെ വാല്യൂ? റിവൈസ്ഡ് വാല്യൂ കാണണമെങ്കിൽ പഴയ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 മൈനസ് എന്താ? കറസ്പോണ്ടിങ് കീ കോളം വാല്യൂ. കീ കോളം വാല്യൂ ഏതാ? ഇതാണ് കീ കോളം. കീ കോളം വാല്യൂ 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കീ കോളത്തിലുള്ള വാല്യൂ ഏതാണ്? 7 ആണ്. ശരിയല്ലേ? ഇനി കീ റോ ഇതായിരുന്നല്ലോ. ഈ കീ റോയിൽ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 2 ആണ്. അപ്പോൾ 7 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ കീ വാല്യൂ 4. അപ്പോൾ 7 ഇൻറ്റു 2/4. നോക്കൂ, 7 ഇൻറ്റു 2/4. 3 മൈനസ് 7 ഇൻറ്റു 2/4. അപ്പോൾ 3 മൈനസ് 3.5 0 മൈനസ് 0.5. അതാണ് ഇവിടെ മൈനസ് 0.5. ഇനി S1ൻ്റെ നോക്കൂ. S1 ഇവിടെ കിട്ടിയിരിക്കുന്നത് 1 ആണ്. അതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? നേരത്തെയുള്ള ടേബിളൊന്ന് നോക്കൂ. S1 ഇതാണ്. ഇതിൻ്റെ റിവൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ കീ വാല്യൂ ഏതായിരുന്നു? കീ കോളം ഇതായിരുന്നല്ലോ. കീ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് S1ൻ്റെ വാല്യൂ വരുന്ന 7. കീ റോ ഇതാണല്ലോ. S1ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 0. 7 ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ 4. ഓക്കെ, 1 മൈനസ് 7 ഇൻറ്റു 0/4. അപ്പോൾ 1 കിട്ടും. അതാണ് ഇവിടെ. അതേപോലെ S2ൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മൈനസ് 7/4 അല്ലെങ്കിൽ മൈനസ് 1.75 കിട്ടും. മൈനസ് 1.75 എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് മൈനസ് 7/4 എന്ന് പറയുന്നത്. ഓക്കെ, ഈ രീതിയിലാണ് റിവൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കുക. ഇതിന് താഴെയോ മറ്റോ വേറെയും കോളം ഉണ്ടെങ്കിൽ റോയോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ വാല്യൂ കണ്ടുപിടിക്കേണ്ട റിവൈസ്ഡ് വാല്യൂ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മുടെ ഫസ്റ്റ് റോയിലുള്ള ആ വാല്യൂസാണ് നമ്മൾ റിവൈസ് ചെയ്യേണ്ടി വരുന്നത്. അതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ആ റിവൈസ്ഡ് വാല്യൂ ചേർത്തു. ഇപ്പം നോക്കൂ, എക്സ് 0യും 1 ആയി. ബേസിക് വേരിയബിളായ എക്സിന് അതിൻ്റെ വെക്റ്റർ യൂണിറ്റ് വെക്റ്ററായി മാറി 0 1. ഓക്കെ, ഇനി നമുക്ക് എന്ത്? ഓപ്റ്റിമാലിറ്റി. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ എന്താണ്? S1 28 x ഈക്വൽ ടു 8. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പോൾ S1 എന്ന് പറയുന്ന ഡിസിഷൻ വേരിയബിൾ അല്ല. ഡിസിഷൻ വേരിയബിൾ എക്സും വൈ ആണ്. അപ്പോൾ ഇവിടെ എക്സ് 8 y 0 എന്നർത്ഥം. ഇതാണ് ഈ സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിലൂടെ നമ്മുടെ സൊല്യൂഷൻ എക്സ് ഈക്വൽ ടു 8 ആൻഡ് y ഈക്വൽ ടു 0 എന്നുള്ളതാണ്. ഈ ഒരു സൊല്യൂഷൻ ഓപ്റ്റിമൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നെറ്റ് വാല്യുവേഷൻ അല്ലെങ്കിൽ ഡെൽറ്റ ജെ വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഡെൽറ്റ ജെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഡെൽറ്റ ജെ ഈസ് ഈക്വൽ ടു ZJ മൈനസ് CJ. അപ്പോൾ ZJ നമുക്ക് കണ്ടുപിടിക്കാം. ZJ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓരോ വേരിയബിളിൻ്റെയും ZJ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിൻ്റെ കോയഫിഷ്യൻ്റ് വാല്യൂവും അതുപോലെ ഈ ബേസിക് വേരിയബിളിൻ്റെ കോയഫിഷ്യൻ്റ് വാല്യൂവും തമ്മിലുള്ള പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ. അപ്പോൾ 0 ഇൻറ്റു 0 പ്ലസ് 11 ഇൻറ്റു 1.
0 into 0 plus 11 into 1. അപ്പോൾ is equal to 11. അതുപോലെ ഇവിടെ മൈനസ് 0.5 into 0 മൈനസ് 0.5നെയാണ് മൈനസ് 1/2 into 0 പ്ലസ് 1/2 into 11 1/2 into 11. അപ്പോൾ 0 പ്ലസ് 1/2 into 11 5.5 വരും. ഓക്കെ. അതുപോലെ ഇവിടെ 1 into 0 plus 0 into 11 0. ഇവിടെ 0 into minus 7/4 plus 11 into 1/4 equal to 11/4 വരും. അപ്പോൾ zj വാല്യൂ കിട്ടി. ഇനി cj വാല്യൂ നേരത്തെ ആദ്യം കണ്ടുപിടിച്ചാൽ തന്നെ മാറ്റമൊന്നുമില്ല. 11,400. സബ്ട്രാക്ട് ചെയ്തോ. ഡെൽറ്റ ജെ ഈസ് ഈക്വൽ ടു 0 1.5 0 11/4 എല്ലാം 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. Here all the values of net evaluation are either positive or 0. Therefore the solution is optimal. നമ്മുടെ ഇവിടെ കിട്ടിയിരിക്കുന്ന സൊല്യൂഷൻ ഓപ്റ്റിമൽ സൊല്യൂഷൻ ആണ്. സൊല്യൂഷൻ എന്താണ്? x ഈക്വൽ ടു 8 ആൻഡ് y ഈക്വൽ ടു 0 എന്നുള്ളതാണ് ഓപ്റ്റിമൽ സൊല്യൂഷൻ. ആ ഓപ്റ്റിമൽ സൊല്യൂഷൻ തരുന്ന മാക്സിമം വാല്യൂ സൊല്യൂഷൻ ഈസ് S1 S2 ഈക്വൽ ടു 28 ഡിവൈഡഡ് ബൈ 8 ആണ്. അതിൽ S1 28, X 8, S2 0, Y 0 എന്നാണ്. ഓക്കെ. ഇതാണ് S1 X 28 8. ഇതിൽ S2 ഇല്ല, വൈയും ഇല്ല. S2ഉം വൈയും 0 എന്നർത്ഥം. അപ്പം നമ്മുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ വേരിയബിളായ എക്സിൻ്റെയും വൈനും സ്വീകാര്യമായിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ X 8 ആണ്, Y 0 ആണ്. The solution is x equal to 8, y equal to 0, which maximizes z equal to 11x എന്നായിരുന്നു. 11 into 8 plus 4y ആണ്. 4 into 0 equal to 88. അപ്പോൾ maximization of objective function, maximum value of z എന്ന് പറയുന്നത് 88 ആണ്. ആ മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ 8ഉം വൈയുടെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ. ഇതാണ് സിംപ്ലക്സ് മെത്തേഡ്. സിംപ്ലക്സ് മെത്തേഡ് പറയുന്നത് പോലെ അല്ലെങ്കിൽ കേൾക്കുമ്പോഴുള്ളതുപോലെ സിമ്പിൾ അല്ല എന്ന് ഓർക്കുക. നന്നായി മനസ്സിലാക്കുക. നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട് തരികയാണ്. എന്താണ് അസൈൻമെൻറ്റ്? നമ്മൾ നേരത്തെ ഗ്രാഫിക് മെത്തേഡ് പഠിച്ചു. 2 വേരിയബിൾ മാത്രമുള്ളപ്പോഴാണ് ഗ്രാഫിക് മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റൂ. ഇവിടെ 2 വേരിയബിളേ ഉള്ളൂ, എക്സും വൈയും. ഓക്കെ. ആ 2 വേരിയബിൾ ഉള്ളതുകൊണ്ട് ഗ്രാഫിക് മെത്തേഡിലൂടെ നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്യുക. എന്നിട്ട് നമ്മുടെ സൊല്യൂഷൻ എക്സ് 8ഉം വൈ 0ഉം തന്നെയല്ലേ, അത് മാക്സിമം z വാല്യൂ 88 തന്നെയല്ലേ എന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യുക. അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യുക. എന്തായാലും ഈ ശനിയാഴ്ച നിങ്ങളതിൻ്റെ ആൻസർ ചെയ്ത് അതെനിക്ക് വാട്സപ്പ് ചെയ്യണം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം നിർബന്ധമായിട്ടും. അപ്പോൾ ശനിയാഴ്ച ഗ്രൂപ്പിൽ ഷെയർ ചെയ്യേണ്ടത് ഉച്ചയ്ക്ക് ശേഷം ചെയ്താൽ മതി. നിങ്ങൾ ക്ലാസ് ഉണ്ടെങ്കിൽ നോട്ട്സൊക്കെ എഴുതിയെടുക്കാനുള്ളതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ചെയ്താൽ മതി. 2 മണിക്കും 2:30 ഇടയിൽ നിങ്ങളത് ഷെയർ ചെയ്യുക ഗ്രാഫിക് മെത്തേഡിലൂടെ ചെയ്തിട്ട്. ഓക്കെ. താങ്ക് യു.